ഹായ് മക്കളെ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഫ്രീ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അറിയാലോ, ട്രിഗണോമെട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പഠിക്കാനുണ്ട്, അതിലൊരു സംശയവും വേണ്ട. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ട്രിഗണോമെട്രി നമ്മൾ എന്തൊക്കെ പഠിച്ചോടാ? ആദ്യം നമ്മൾ ഡിഗ്രി റേഡിയൻ കൺവേർഷൻ പഠിച്ചു. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? π/180, 180/π പഠിച്ചു. ദെൻ ആർക്ക് ഓഫ് ലെങ്ത് പഠിച്ചു. L = r തീറ്റ. അവിടുന്ന് r കണ്ടുപിടിക്കാൻ പറ്റും, ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തിലായിരിക്കും ഇവിടെ കിടക്കുന്നത്? റേഡിയനിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഇല്ല തന്നെങ്കിൽ അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. NCERTൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, പിന്നെ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിലേക്ക് കടന്നു. ആദ്യം പറയുന്നത് ട്രയാങ്കുലർ റിലേഷൻ, 6 ട്രയാങ്കുലർ റിലേഷൻ പറയുന്നു. പിന്നെ നമ്മൾ എന്ത് പറയുന്നു? റെസിപ്രോക്കൽ റിലേഷൻ പറയുന്നു. 6 റെസിപ്രോക്കൽ റിലേഷൻ ഉണ്ട്. പിന്നെ 2 കോഷ്യന്റ് റിലേഷൻ ഉണ്ട്. വളരെ ഭംഗിയായി നമ്മൾ എഴുതി കാണിച്ചതാണ്. പഴയ എപ്പിസോഡുകൾ കാണാത്തവർ, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഫ്രഷ് ആയിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തൊട്ട് ബാക്കിലേക്ക് പോവുക, പഴയ എപ്പിസോഡുകൾ കാണുക. ലൈക്ക് നമ്മളൊരു 10-12 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എൻറ്റയർ ഡെറിവേഷൻസ് പറയുന്നുണ്ട്. ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചു പൈതഗോറസ് റിലേഷൻ, 9 റിലേഷൻ പഠിച്ചു. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന പഠിച്ചു. സൈൻ കൺവേർഷൻസ് പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇത് ട്രിഗണോമെട്രിയുടെ ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. അതിലൊരു സംശയവുമില്ല, കാണാതെ പഠിക്കണം, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇപ്പോൾ പറയാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, ഇത് കാണാതെ പഠിക്കേണ്ട, അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. കാണാതെ പഠിക്കാൻ നിന്നാലേ നിങ്ങളൊരു 49 എണ്ണം കാണാൻ പഠിക്കേണ്ടി വരും. അത് നമ്മുടെ തലയിൽ നിൽക്കത്തേ ഇല്ല. പിന്നെയുള്ളത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിക്കും റിഡക്ഷൻ ഫോർമുല എന്നുള്ളതല്ല കേട്ടോ, അതിൻ്റെ ശരിക്കും കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുക. കോംപ്ലിമെൻ്ററി ആംഗിളിലെ റിഡക്ഷൻ ഫോർമുല അങ്ങനെയാണ് കേട്ടോ പറയാം. റിഡക്ഷൻ ഫോർമുല അല്ല ശരിക്കും പേര്, കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ റിഡക്ഷൻ ഫോർമുല. നമ്മൾ കഴിഞ്ഞ ദിവസമേ ഇത് പറഞ്ഞു നിർത്തിയില്ലേ, ഓർക്കുന്നുണ്ടോ? നമുക്കൊരു 360 ഡിഗ്രീനെ എടുത്താൽ 360 ഡിഗ്രീനെ 4 ക്വാഡ്രൻ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓർക്കുന്നുണ്ടോടാ? മറിച്ച് നോക്കണേ. ഇവിടെ 0 ഉണ്ട്, ഇവിടെ 90 ഡിഗ്രി ഉണ്ട്, ഇവിടെ 180 ഉണ്ട്, ഇവിടെ 270 ഉണ്ട്, ഇവിടെ ആരുണ്ടാ 360 ഉണ്ട്. എത്ര ക്വാഡ്രൻ്റായിട്ട് കട്ട് ചെയ്യാം? 4 ക്വാഡ്രൻ്റായിട്ട് കട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് റേഞ്ചസ് ഫ്രം 0 to 90. ഇവിടെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാ. ഗ്രാഫ് വരച്ച് സാറ് പഠിപ്പിച്ചതാണേ. രണ്ടാമതേതാ 90 to 180. ഇവിടെ ആരാണ്? സൈനും സൈൻ്റെ റെസിപ്രോക്കലായ കൊസീക്ക് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ആരടാ? ടാനും ടാൻ്റെ റെസിപ്രോക്കലായ കോട്ടും. ഇവിടെയോ കോസും കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കും. ഇത് പഠിക്കാൻ ഒരു കോഡ് ഭാഷയോടെ പറഞ്ഞു തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? ASTC, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. പിന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ പറഞ്ഞു തന്നാണേ, ആഫ്റ്റർ സ്റ്റുഡൻസ് ട്യൂഷൻ സെൻറ്റർ. അതും നല്ലൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ആഫ്റ്റർ സ്റ്റുഡൻസ് അല്ല, ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ സെൻറ്റർ. നല്ലൊരു കോഡാണ് കേട്ടോ, ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ സെൻറ്റർ. ഫൈൻ. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കിയിടാം. ഫസ്റ്റ് ക്വാഡ്രന്റ് 0-ൽ തുടങ്ങി എവിടെ വരുന്നു? 90-ൽ അവസാനിക്കുന്നു. അപ്പോൾ 90 എന്ന് പറയുന്നൊരു ഡിഗ്രി എടുത്താലേ 90ൻ്റെ ലെഫ്റ്റ് ഇവിടെ നോക്കിയാൽ സാറിൻ്റെ റൈറ്റ് സൈഡ്, നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ്, നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് 90 മുതൽ 0 വരെ 90-ൽ നിന്ന് കുറയുകയാണ്. ശരിയല്ലേ? 0-ൽ നിന്ന് കൂടി വരുന്നു, 90-ൽ നിന്ന് കുറയുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? 90 മൈനസ് തീറ്റ. എന്താ കാര്യം? 90-ൽ നിന്ന് ഒരു സാധനം കുറഞ്ഞു വരുന്നു. ഇപ്പുറത്തേക്ക് വരുമ്പോഴാ 90-ൽ നിന്ന് കൂടി വരുന്നു, 90 പ്ലസ് തീറ്റ. ശരിയല്ലേ? 90-ൽ നിന്ന് കൂടുക മാത്രമല്ല 180 നിന്ന് കുറയുകയും ചെയ്യുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, 90 to 180. 90-ൽ നിന്ന് കൂടുന്നു, 180-ൽ നിന്ന് കുറയുന്നു. 180 മൈനസ് തീറ്റ. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ 2 കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് ഏതാ? 90 പ്ലസ് തീറ്റ, 90-ൽ നിന്ന് കൂടുന്നു, 180 മൈനസ് തീറ്റ, 180-ൽ നിന്ന് കുറയുന്നു. അടുത്ത എടുക്കട, അടുത്ത തേർഡ് ക്വാഡ്രന്റ് അല്ലേ? 180 നിന്ന് എന്താ ചെയ്യുന്നത്? 180 നിന്ന് 270-ലേക്കാ. അപ്പോൾ 180-ൽ നിന്നും കൂടുന്നു, 270-ൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുക, ഫോർത്ത് ക്വാഡ്രന്റ്. 270 to 360 ആണ്. 270-ൽ കൂടുന്നു, 270 പ്ലസ് എന്തെന്ന് എഴുതാം? തീറ്റ. ആൻഡ് 360 360-ൽ നിന്ന് എന്ത് ചെയ്യുന്നടാ? കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 സെക്ഷനായിട്ട് തിരിക്കാം. ഓരോ ക്വാഡ്രന്റിലും 2 ആംഗിൾസ് പറയാൻ പറ്റും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ 90 മൈനസ് തീറ്റ, സെക്കൻഡ് ക്വാഡ്രന്റിൽ 90 പ്ലസ് തീറ്റ, 180 മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിൽ 180 പ്ലസ് തീറ്റ, 270 മൈനസ് തീറ്റ, ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ 270 പ്ലസ് തീറ്റ, 360 മൈനസ് തീറ്റ. ഈ 4 കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് നോക്കിയടാ, 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത്, 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ശരിയല്ലേ? 90 മൈനസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റ്. രണ്ടാമത്തെ
90 പ്ലസ് തീറ്റയും 180 മൈനസ് തീറ്റയും ബിലോങ്സ് ടു ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ്. അതിൽ വലിയ പ്രസക്തി ഉണ്ട് കേട്ടോ. പിന്നെ 180 പ്ലസ് തീറ്റ 270 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ്. 270 പ്ലസ് തീറ്റ 360 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കണേ. 90 മൈനസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഒരു ഡൗട്ടും ഇല്ല. 90 പ്ലസ് തീറ്റ 180 മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റ്. 180 പ്ലസ് തീറ്റ 270 മൈനസ് തീറ്റ തേർഡ് ക്വാഡ്രന്റ്. ആൻഡ് 270 പ്ലസ് തീറ്റ 360 മൈനസ് തീറ്റ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ 4 ക്വാഡ്രന്റ് വെച്ച് പറഞ്ഞു. 4 ക്വാഡ്രന്റിലും ഏതൊക്കെയാണ് പ്ലസ് ഏതൊക്കെയാണ് മൈനസ് എന്നും പറഞ്ഞു. ഇനി ഫസ്റ്റ് ഞാൻ അതൊന്ന് കളയുവാണേ. ഇനി നോക്ക്, ആ സെയിം ലോജിക് അപ്ലൈ ചെയ്ത് നോക്കണേ. 90 മൈനസ് തീറ്റ, ഒന്നാമത്തെ കാര്യം പറയുക, 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ എടുക്കുമ്പോഴേ 90 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റ് ആയിരുന്നടാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ശരിയല്ലേ? ഒരു സർക്കിൾ ഒന്ന് നൈസായിട്ട് വരയ്ക്കാം. 90 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ശരിയാണല്ലോ. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് 90 ഡിഗ്രി 270 ഡിഗ്രി ആണ് ചോദ്യമെങ്കിൽ നിങ്ങൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എടുക്കണം. 10ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോംപ്ലിമെന്ററി ആംഗിൾസ്. എന്തായിരുന്നടാ കോംപ്ലിമെന്ററി ആംഗിൾസ്? സൈൻ ആണ് ചോദ്യമെങ്കിൽ സൈൻ്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് കോസ് ആയിരിക്കും, കോസ് തീറ്റ. കോസ് ആണ് ചോദ്യമെങ്കിൽ കോംപ്ലിമെന്ററി ആരായിരിക്കും? എടാ സൈൻ ആയിരിക്കും. സൈൻ കൊസൈൻ, സൈൻ കൊസൈൻ, അങ്ങനെ കോംപ്ലിമെന്ററി വരിക. ഇനി ടാൻ ആണെങ്കിൽ ടാൻ്റെ കോംപ്ലിമെന്ററി ആയിരിക്കും കോട്ട്. കോട്ടാണെങ്കിൽ കോട്ടിൻ്റെ കോംപ്ലിമെന്ററി ആണ് ടാൻ. കോട്ട് ടാൻ, കോട്ട് ടാൻ, അങ്ങനെ മുറിച്ചായിട്ട് നമുക്ക് എന്ത് കിട്ടൂടാ? കോട്ടും ടാനും കിട്ടും. ഇനി കോസ് ആണ്, കോസ് അല്ല കൊസീക്ക് ആണെങ്കിൽ അത് സീക്ക് ആയിരിക്കും. എടാ സീക്ക് ആണെങ്കിൽ അത് എന്തായിരിക്കും? കൊസീക്ക് ആയിരിക്കും. ഇതാ, ദിസ് ഇസ് കോംപ്ലിമെന്ററി ആംഗിൾസ്. ഓക്കെ ആണല്ലോ. സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈൻ, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ട് ആണെങ്കിൽ ടാൻ, കൊസീക്ക് ആണെങ്കിൽ സീക്ക്, സീക്ക് ആണെങ്കിൽ കൊസീക്ക്. ഏത് വരുമ്പോഴാണ് മക്കളെ? 90ഉം 270ഉം വരുവാണെങ്കിൽ, 90 ഡിഗ്രി 270 ഡിഗ്രി വരുവാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? കോംപ്ലിമെന്ററി ആംഗിൾസ് എടുക്കണം. ഇനി ഇതേ സ്ഥാനത്ത് 180ഓ 360ഓ ആണെന്ന് വിചാരിച്ചോ, 180ഓ 360 ആണെങ്കിൽ നിങ്ങൾ തനതായ ഫംഗ്ഷൻ എടുക്കണം. എന്താ തനതായ ഫംഗ്ഷൻ? സൈൻ ആണെങ്കിൽ നിങ്ങൾ ആരെ തന്നെ എടുക്കണോടാ? സൈനെ തന്നെ എടുക്കണം. കോസ് ആണെങ്കിൽ നിങ്ങൾ ആരെ തന്നെ എടുക്കണം? കോസ് തന്നെ എടുക്കണം. ടാൻ ആണെങ്കിൽ ടാൻ, കോട്ട് ആണെങ്കിൽ കോട്ട്, സീക്ക് ആണെങ്കിൽ സീക്ക്, കൊസീക്ക് ആണെങ്കിൽ കൊസീക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 90 ഡിഗ്രി 270 ഡിഗ്രിയിലാ ചോദ്യമെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? കോംപ്ലിമെന്ററി ആംഗിൾ. സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈൻ എടുക്കണം. 180 360 ആണെങ്കിൽ സെൽഫ് ഫംഗ്ഷൻസ് എടുക്കണം. ഏതൊക്കെയാണ്? സൈൻ ആണെങ്കിൽ സൈൻ, കോസ് ആണെങ്കിൽ കോസ്, ടാൻ ആണെങ്കിൽ ടാൻ, ആ സെൽഫ് ഫംഗ്ഷൻസ് എടുക്കണം. ഇനി നമുക്ക് ക്വാഡ്രന്റിലേക്ക് വരാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ഏതായിരുന്നു? ഫസ്റ്റ് ക്വാഡ്രന്റ് 90 മൈനസ് തീറ്റ. ശ്രദ്ധിച്ച് കേട്ടോണേ, 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാഡ്രന്റ്. അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ഇവിടെയാണ് 90 മൈനസ് തീറ്റ ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാഡ്രന്റ്. വേറെ കാര്യമുണ്ട് കേട്ടോ. ASTC, ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ സെന്റർ. ഫസ്റ്റ് ക്വാഡ്രന്റിലെല്ലാം പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റ് സൈനും കൊസീക്കും പോസിറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്, കോസും സീക്കും പോസിറ്റീവ്. 90 മൈനസ് തീറ്റ എടുത്തു. 90 മൈനസ് തീറ്റ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം എഴുതുക. സൈൻ 90 മൈനസ് തീറ്റ. ശ്രദ്ധിച്ചു കേട്ടോ. സൈൻ 90 മൈനസ് തീറ്റ. ചോദ്യം ആരാ? സൈൻ. ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യം ആരാ? സൈൻ. എത്ര ഡിഗ്രിയിലാണ് ചോദ്യം? 90 ഡിഗ്രിയിൽ. സൈൻ ആണ് 90 ആണ്. 90ഉം 270ഉം വന്നാൽ എന്തെടുക്കണമെന്ന് സാറ് പറഞ്ഞേ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എടുക്കണം. 90ഉം 270ഉം വന്നാൽ സൈൻ ആണ് 90 ആണ്. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആരാ? കോസ്. എന്ത് കിട്ടും ആൻസർ? കോസ് തീറ്റ. എങ്ങനെയാ വന്നേ? സൈൻ ആണ് ചോദ്യം. സൈൻ എവിടെയാ ചോദ്യം? 90യിലാണ് ചോദ്യം. സൈൻ 90യിലാണ് ചോദ്യമെങ്കിൽ ഉത്തരം ആരായിരിക്കും? കോസ് തീറ്റ. ഇനി രണ്ടാമത്തെ കോസ് എടുക്കാം. കോസ് 90 മൈനസ് തീറ്റ. കോസ് ആണ് ചോദ്യം, 90യിലാണ് ചോദ്യം. എന്ത് കിട്ടും? സൈൻ തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ. ആരെ കിട്ടൂടാ? കോട്ട് തീറ്റ. കോട്ട് 90 മൈനസ് തീറ്റ. ഏത് തീറ്റ? ടാൻ തീറ്റ. ഇനി കൊസീക്ക് 90 മൈനസ് തീറ്റ ആരാടാ? സീക്ക് തീറ്റ. കോട്ടല്ല, സീക്ക് തീറ്റ. ആൻഡ് സീക്ക് 90 മൈനസ് തീറ്റ. എന്ത് തീറ്റ? കൊസീക്ക് തീറ്റ. എങ്ങനെയാടാ കിട്ടിയേ? സൈൻ ആണ് 90 ആണ്. സൈൻ 90 വരുമ്പോൾ കോംപ്ലിമെന്ററി എടുക്കണം. സൈൻ 90 കോസ്, കോസ് 90 സൈൻ, ടാൻ 90 കോട്ട്, കോട്ട് 90 ടാൻ,
കൊസീക്ക് 90 സീക്ക്, സീക്ക് 90 കൊസീക്ക്. മക്കളെ ഇത് സീക്കാണേടാ ശ്രദ്ധിക്കണേ. ഓക്കെ അല്ലേ? ഇനി ഇതുകൊണ്ട് മാത്രം തീർന്നില്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 90 മൈനസ് തീറ്റ, 90 മൈനസ് തീറ്റ ബിലോങ്സ് ടു ഏത് ക്വാഡ്രന്റ് ആടാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഏതാ ഫസ്റ്റ് ക്വാഡ്രന്റ്? എ ഫസ്റ്റ് ക്വാഡ്രന്റ്, എസ് സെക്കൻഡ് ക്വാഡ്രന്റ്, ടി തേർഡ് ക്വാഡ്രന്റ്, സി ഫോർത്ത് ക്വാഡ്രന്റ്. ശരിയല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ട്രിഗണോമെട്രിയുടെ എല്ലാ വിലയും പോസിറ്റീവ്. അപ്പൊ 90 മൈനസ് തീറ്റ ബിലോങ്സ് ടു ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ട്രിഗണോമെട്രിയുടെ എല്ലാ വിലയും പോസിറ്റീവ്. സോ ദിസ് പോസിറ്റീവ്, ഒന്നും നെഗറ്റീവ് അല്ല, എല്ലാം പോസിറ്റീവാ. ക്ലിയർ അല്ലേ? ദിസ് ഇസ് നോൺ ആസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പോൾ ഒരു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യുക? എന്താ ചെയ്യണ്ടേ? ചോദ്യം എന്തിലാന്ന് നോക്കുക. എന്തിലാ ചോദ്യം? സൈനിലാണ് ചോദ്യം. എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാണ്. സൈനാണ് 90 ആണ് എങ്കിൽ കോസ് ആയിരിക്കും. സൈനാണ് 270 ആണെങ്കിൽ കോസ് ആയിരിക്കും. ടാൻ ആണ് 90 ആണെങ്കിൽ കോട്ടായിരിക്കും. കോട്ടാണ് 270 ആണെങ്കിൽ ടാൻ ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഏത് ഡിഗ്രിയാന്ന് നോക്കുക. 90/270. ഓക്കെ, അതോടുകൂടി നമ്മൾ ആൻസർ കഴിഞ്ഞു. നെഗറ്റീവോ പോസിറ്റീവോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? അത് ചെക്ക് ചെയ്യാനുള്ളത് ഏത് ക്വാഡ്രന്റാന്ന് നോക്കുക. ക്വാഡ്രന്റിൽ ആരാണോ കിടക്കണേ, ആരാണോ പോസിറ്റീവ്, അതൊഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവ്. ദിസ് ഇസ് ദ കോമൺ ഐഡിയ. ഇതാണ് അതിന്റെ കോമൺ ലോജിക്. ഓക്കെ, അപ്പോൾ 90 മൈനസ് സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ കാണാതെ പഠിക്കാൻ നിന്നാൽ ഒരു രക്ഷയില്ല. കാരണം എന്താ? നമ്മൾ ആദ്യത്തെ 6 എണ്ണേ ആയിട്ടുള്ളൂ. നമുക്ക് ഇനി 6 എണ്ണം കൂടെ എഴുതാനുണ്ട്. അപ്പോൾ മൊത്തം എത്ര എഴുതണം? 48 എണ്ണം എഴുതണം. 48 എണ്ണം കാണാതെ പഠിക്കലും നടക്കണ കാര്യമല്ല. അതുകൊണ്ട് ഐഡിയ മനസ്സിലാക്കുക. എങ്ങനെയാ സാറേ സൈൻ കോസ് ആയത്? എന്നെങ്ങനെയാ സൈൻ കോസ് ആയത്? ഇതിൽ നിന്നൊരു ശരാശരി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഡൗട്ട് എന്തൊക്കെയാ? ഒന്ന് ആലോചിച്ചേ. ഒന്ന്, എങ്ങനെയാണ് സാർ സൈൻ കോസ് ആയത്? പിന്നെ എന്താ സാർ 90 വരുമ്പോൾ സൈൻ കോസ് ആവുന്നത്? പിന്നെ എന്താ സാർ ഇത് പോസിറ്റീവ് ആയത് നെഗറ്റീവ് ആവാത്തത്? ഇത് മൂന്നുമാണ് ഒരു ശരാശരി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഡൗട്ടുകൾ. ഞാൻ ഓരോന്ന് അഡ്രസ് ചെയ്ത് തരാം. 90 270 ആണെങ്കിൽ എന്തെടുക്കണം? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. അതാണ് അതിൻ്റെ അർത്ഥം. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് എടുക്കണം. ഇനി അപ്പോൾ സൈൻ 90 ആണെങ്കിൽ കോസ് ആണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി എങ്ങനെയാ സാർ ഇതെല്ലാം പോസിറ്റീവായി? എന്തുകൊണ്ട് നെഗറ്റീവ് ആയില്ല? നെഗറ്റീവ് ആവില്ല, കാരണം 90 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ട്രിഗണോമെട്രിയുടെ എല്ലാ വിലയും പോസിറ്റീവ്. പിന്നെ എങ്ങനെ നെഗറ്റീവ് ആവുക? സോ ദിസ് ഇസ് ദ ലോജിക്. ഇതാണ് അതിന്റെ ഐഡിയ. ക്ലിയർ ആണല്ലോ? സോ ഒന്ന് നോക്ക്, ക്ലിയർ ആയിട്ട് നോക്ക്. എന്നിട്ട് ഒരു ക്വാഡ്രന്റിലൂടെ സാറ് പറഞ്ഞു തരാം. അതിനുശേഷം ബാക്കി എല്ലാ ക്വാഡ്രന്റും എഴുതേണ്ട മെത്തേഡ് സാറ് പറഞ്ഞു തരും. നിങ്ങളത് എഴുതുക. ഓക്കെ ആണല്ലോ? ഇതാണ് അതിൻ്റെ ലോജിക്. ഒന്ന് കൃത്യമായിട്ട് നോക്കിയേ, എങ്ങനെയാണ് വന്നതെന്ന് നോക്കിയേ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി അറിയിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പറയാം. ക്ലിയർ ആണല്ലോ? 90 മൈനസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റ്. 90 വരുമ്പോൾ കോംപ്ലിമെന്ററി ആംഗിൾ, 270 വരുമ്പോൾ കോംപ്ലിമെന്ററി ആംഗിൾ. പിന്നെന്താ വേണ്ടേ? സൈൻ്റെ കോംപ്ലിമെന്ററി കോസ്. കൊസൈനാണ്, കൊസൈനിനെ മുറിച്ച് കോസും സൈനും ആക്കുന്നു. കോട്ടാൻഡ്, കോട്ടും ടാനും ആക്കി മാറ്റുന്നു. കൊസീക്ക്, കൊസീക്കും സീക്കും ആക്കി മാറ്റുന്നു. ദിസ് ഇസ് ദ ലോജിക്. ഓക്കെ ആണല്ലോ? ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ. അപ്പോൾ കൃത്യമായി ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ സാറ് പറഞ്ഞ് കുഴപ്പമാക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ കൃത്യമായി ഇത് എഴുതി പഠിക്കുക. അടുത്ത സെക്ഷൻ കാണുന്നതിന് മുമ്പ് ഒരു വട്ടം ഒന്ന് എഴുതി നോക്കുക കേട്ടോ നിങ്ങൾ. ഇനി സാർ എഴുതാൻ പോകുന്നത് 90 പ്ലസ് തീറ്റയാണേ. അപ്പോൾ 90 പ്ലസ് തീറ്റ ഒന്ന് തന്നെത്താനെ എഴുതി നോക്ക്. അതിനുശേഷം അടുത്ത എപ്പിസോഡ് കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ? ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഊർജ്ജസ്വലരായിട്ടൊന്ന് പഠിക്കണേ. 90 പ്ലസ് തീറ്റ എഴുതണേ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷനായിട്ട് സാർ വീണ്ടും വരും. വീണ്ടും സന്ധിക്കും വരെ വണക്കം.